ഈ ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലുമൊക്കെ പണ്ട് മുതലേ ഈ ആളെ പറ്റിക്കുന്ന പല അഭ്യാസങ്ങളും കാശ് വരുത്തുന്ന പല മാജിക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിഞ്ഞാണം എഴുത്ത്, പ്ലേറ്റ് എഴുത്ത്, ആ എഴുത്ത്, ഈ എഴുത്ത്, ആണി അടിച്ച് കയറ്റൽ, കർപ്പൂരം കത്തിക്കൽ, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്ത്യൻ സമുദായം കുറച്ചൊരു ഭേദമായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടും വേറെ തൊഴിലുള്ളതുകൊണ്ടും വരുമാനം ഉള്ളതുകൊണ്ടും ഒക്കെ അവർ വേറെ തരത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയം പണികളിലേക്കാണ് കടന്നത്. ഇംഗ്ലീഷ് മീഡിയം പണികളെന്ന് പറഞ്ഞാൽ സ്കൂളുകൾ, ആശുപത്രികൾ, അതുപോലുള്ള സ്ഥാപനങ്ങൾ. എന്നിട്ട് അവിടെ വലിയ തുക ഈടാക്കുന്നു, അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ പിരിവ് നടത്തുന്നു. അതിൻ്റെ ഏർപ്പാടുകളൊക്കെ ആയിട്ടാണ് പോയത്. അല്ലാതൊരു നിലവാരമില്ലാത്ത പണികളൊന്നും അവർ ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ആലപ്പുഴയിലെ പേപ്പർ കേന്ദ്രമൊക്കെ പോലെ നിരവധിയായ പ്രാർത്ഥനാ കേന്ദ്രങ്ങളും അഭ്യാസങ്ങളും കാണിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട്. ആളുകളെ കുപ്പിയിലേറ്റി അന്തരീക്ഷത്തിൽ നിർത്തി മര്യാദയ്ക്ക് ചികിത്സിക്കാതെ, മര്യാദയ്ക്ക് അവരെ ആശുപത്രി വിടാതെ, അവരെ വേറൊരു ലോകത്ത് കൂടി സഞ്ചരിപ്പിച്ച് ശബ്ദ ക്രമീകരണത്തിൻ്റെ താളാത്മകമായ ചലനങ്ങളിലൂടെ സൃഷ്ടിക്കുന്ന അഭ്രപാളികളിലെ ശുഭ്ര നക്ഷത്രങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ചിലർ. പക്ഷെ അതൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, അതൊന്നും ഈ പറയുന്നത് പോലെ ആരോഗ്യമില്ലാത്തവരോ വികലാംഗരോ ഒന്നുമല്ല. നല്ല ഒത്ത 6 അടി നീളം പൊക്കമുള്ള ആളുകളാണ് ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ചില്ലറ ഇന്ധനം പോരാ ശരീരം അങ്ങനെ നിലനിർത്തുന്നതിന്. ആ അഭ്യാസങ്ങളെ വളരെ മനോഹരമായി നമ്മുടെ സിരിൻ സ്വാഗതാനം എന്ന് പറയുന്ന ആ സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ ഇതിന് മുമ്പും ചെയ്തിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പ് ചെയ്തു. പറയാതെ വയ്യ, വളരെ സൂപ്പർബ്, എക്സ്ട്രാ ഓർഡിനറി. നല്ല അവതരണ ഭംഗി, നല്ല വിഷ്വൽസ്, നല്ല കാഴ്ച, നല്ല മനോഹരമായിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ഇഷ്ടം തോന്നി. അതുകൊണ്ട് നിങ്ങളുമായി അതൊന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു. അത് പങ്കുവെക്കുന്നതേ ഉള്ളൂ. പൂച്ചയെ വെച്ച് നമ്മുടെ പാസ്റ്റർമാരുടെ ചികിത്സയെ കണക്കിന് കൊടുക്കുന്നുണ്ട് ആ സുഹൃത്ത്. മരത്തേന്ന് വീണതാണേ, കേട്ടില്ല. 10 രൂപ എടുത്ത് നട്ടലിന് പോട്ടില്ല. എഴുന്നേറ്റ് നടക്കയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നട്ടല ഒരിക്കലും നടക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്ന ഡോക്ടർ. എവിടെയാ ചികിത്സ ചെയ്തത്? കോട്ടയം മെഡിക്കൽ കോളേജില് ആൽബിൻ ഡോക്ടർ ആയിരുന്നു. എത്രയിടത്ത് പൊട്ടിയിട്ടുണ്ട് നട്ടല്? ഇതേ സംസാരിക്കുവോ? എത്രയിടത്ത് പൊട്ടിയിട്ടുണ്ട്? 15-16 ഇടത്ത് പൊട്ടിട്ടെന്ന് പറഞ്ഞു. 16 ഇടത്ത് പൊട്ടിയിട്ടുണ്ട് നട്ടല്. ഇവിടെ വന്ന പിന്നെയാണ് ഓർമ്മയില്ലായിരുന്നു. സൗര കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞു. സൗര കാല് പൊക്ക്, ചലിപ്പിക്ക്, മറ്റേ കാല് ചലിപ്പിക്ക്, ഈ കാല് പൊങ്ങട്ടെ. വീഴ്ചയ്ക്ക് ശേഷം കാല് ചലിച്ചിട്ടില്ല. ഇല്ല. ചാടി എഴുന്നേക്ക്. ഓ യേശുവേ നന്ദി. കൈ ഉയർത്ത്. മൊത്തം കെട്ടുകഴിച്ചു. ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ആ ബാധ ഒഴിഞ്ഞു പോകുന്നേ. കമ്പി വെച്ച ബെൽറ്റ് ഒരിക്കലും അനങ്ങാതിരിക്കാൻ. സ്റ്റെപ്പ് വെച്ച് വഴി കൊടുത്തേ. ആരും പിടിക്കണ്ട. മുണ്ട് മടക്കി കൊടുക്ക. ഓ കരമടിച്ച് യേശുവേ എന്ന് വിളിച്ച് തിരിച്ചു വാ. ഓയ് തിരിച്ചു. ഓ ഓടുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ നടക്ക്. ആ സാധനം എല്ലാം കൊടുത്തു വിട് വേണമെങ്കില്. Subscribe and follow me.